ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദീപാലി എന്നാണ് പേര് മാറ്റി. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ ഇത്തിരി പേരുടെ ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. ഞാനൊരു ക്രാഫ്റ്റ് ഗേളാണ്. യെസ്, ഈ വീഡിയോ ഇടുമ്പോൾ ഞാനിങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു സ്ട്രോബെറി ഉണ്ടാക്കണേക്കാട്ടും മുമ്പ് ഇതെല്ലാം പൊതിഞ്ഞിട്ടായിരുന്നു വിചാരിച്ചത്. ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു നല്ലൊരു സാധനമാണ്, നിങ്ങൾക്കും കൂടി ഇത് ഉണ്ടാക്കാം അതൊക്കെ വിചാരിച്ചു. ഇവിടെ മൊത്തം ഇതാണ്. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തിരി ഒന്നും അറിയാത്ത പോലെയാണ് വീഡിയോ ഇട്ടേണേ. അപ്പോൾ ഇപ്പോഴത്തെ ഇത്തിരി പുതിയതായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ കാട്ടിയത്. ആദ്യം തന്നെ ഈ ഒരു സ്ട്രോബെറി ഞാൻ ഒരു ഷോർട്സ് എടുത്തതിൻ്റെ ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് ഇതെന്ന് പറഞ്ഞാൽ കിൻഡർ ജോയിൻ്റെ ഷെൽസാണ്. പിന്നെ കാർഡ്ബോർഡ് കൊണ്ട് പൂക്കളുണ്ടാക്കി പെയിൻ്റ് അടിച്ചു. അതൊക്കെ പറയാൻ മറന്നു. പിന്നെ ഇത് ഇത്തിരി മോശമാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ഇതെന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ ഇതില്ലേ, അതിൻ്റെ ക്യാപ്പിൻ്റെ മുകളിൽ ഒരു പേപ്പർ പോലത്തെ സാധനം വരും, അതിൽ വരച്ച് വെച്ചതാണ്. ഇതൊക്കെ എൻ്റെ പെയിൻറ്റിങ്ങാണ്. ഇത് മാത്രമൊന്നും കൊള്ളായി, ബാക്കിയെല്ലാം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതാണ് കീ ചെയിൻ ഹോൾഡറാണത്. നമുക്കത് കീ ചെയിനൊക്കെ ഇടാം. അതുപോലെ ഇത് ശരിക്കും ഞാൻ ഡിസൈൻ മാറ്റിയതാണ്. നിങ്ങൾക്ക് ഒന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതിൽ മോക്കുണ്ട്. അത് ശരിക്കും വീഡിയോയിൽ നോക്കുമ്പോൾ നമുക്ക് അധികം കാണില്ല, ശരിക്കും നോക്കുമ്പോൾ കാണാം. പിന്നെ അങ്ങനെയായിട്ടൊന്നുമില്ല. ലൈക്ക് ദിസ് ഈകളൊക്കെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊന്നും ഞാൻ തന്നിട്ടില്ല. ഇതൊന്നും കാർഡ്ബോർഡ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി കോശിയും കൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ ആണൊക്കെ ഒരു വിധം കോശി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ചെയ്തത് കാട്ടിത്തരാം. ഇതൊക്കെ അയ്യോ എൻ്റെ സ്റ്റിക്കർ നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഞാൻ വീഡിയോ ഞങ്ങൾക്കൊണ്ട് രണ്ടെണ്ണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ. അത്ര ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അയ്യോ എന്തോ പോയി. ഓക്കെ, I will put my camera here so you can all see why it's not sitting there. എനിക്ക് നടക്കാൻ ഇത്തിരി പാടാണ്. എൻ്റെ കാലും എന്തോ വന്നിരിക്കുകയാണ്. അപ്പോൾ നടക്കുന്നത് വേനെടുക്കാണ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ബാഗാണ് പണിതല്ല ചെയ്തത്. ഈ മഞ്ഞ ഭാഗം ഒരു മഞ്ഞ യാൺ മൊത്തം എടുത്തതാണ്. ഈ ഒരു മഞ്ഞ അപ്പോൾ മഞ്ഞ രണ്ടെണ്ണം ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ യാൺ കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലൂയ്ക്ക് കടന്നു. ഈ ഒരു ഇത് നോക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഒന്നും ഉണ്ടാക്കി ഒരു റെഫറൻസിന് ഉണ്ടാക്കി കാട്ടി തന്ന ഒരു കോച്ച് ബാഗാണ്. ഇതിൻ്റെ ഞാൻ കണ്ടത് നല്ല സോഫ്റ്റാണ്. ഇതിൽ ഓട്ടകളുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് പക്ഷേ ഇതുപോലത്തെ ഞാനാണെങ്കിൽ നമുക്ക് ഓട്ട കാണില്ല. യെസ്, ഇത് പിന്നെ അടയില്ല ശരിക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചാൽ ടേപ്പും അങ്ങനത്തെ സ്മോൾ റബ്ബറൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചേക്കുന്നത്. ഇത് ഇരിക്കില്ല, ഞാൻ കാട്ടിത്തരാമേ. ഇത് ഇങ്ങനൊരു വലി ഓക്കെ ഇപ്പം നിന്നു. പക്ഷേ ശരിക്കും ഇരിക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ കുത്തിക്കയറ്റി വെച്ചതാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു കുഞ്ഞ ബാഗ് ഉണ്ടാക്കിയതാണ്. ഞാൻ ആദ്യമായിട്ട് ഗ്രാനി സ്ക്വയർ പഠിച്ചപ്പോൾ
ഉണ്ടാക്കിയ ഒരു ബാഗാണ്. നിങ്ങൾക്ക് കാണാൻ ഭയങ്കര കുഞ്ഞിതാണത്. ഇത് റൗണ്ട് 3 വെച്ച് ഞാൻ നിർത്തിയതാണ്. ആ വീഡിയോയിൽ റൗണ്ട് 3 വെച്ച് നിർത്തി. ഇത് കണ്ട അച്ഛൻ പറഞ്ഞു എനിക്ക് ഇതിനോട് വലുതുണ്ടാക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് ഒരു ഫോണിൻ്റെ ബാഗ് ഉണ്ടാക്കി കൊടുക്കാൻ. അത് കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ പോരാട്ടോ. ഇതിൽ പിന്നെ ഒന്നുമില്ല, ഒരു മെമ്മറിക്ക് വെക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ കോഴ്സ്. പെനി സ്ക്വയർ അല്ലേ, അപ്പോൾ ഒരു മെമ്മറിക്ക് വെക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബാഗിൽ വെക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയ ബാഗ്. നെക്സ്റ്റ് എന്ന് വെച്ചെങ്കിൽ ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്, പാളിപ്പോയൊരു സാധനം. ഞാൻ കരുതി തന്നൊരു വെള്ള കളർ ഉണ്ട, അതിൻ്റെ ഒരു ഇങ്ങനെ നൂല് പോലെ എല്ലാം വെച്ചേക്കുന്നത്. അത് ശരിക്കും ബൊക്കെയാണ് വരേണ്ടത്. ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ ഒരു ഫുൾ വൈറ്റ് ഞാൻ എടുത്തു. പിന്നെ ഫ്ലവേഴ്സ് എനിക്ക് ഇത്തിരി പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം എനിക്ക് അധികം ഉണ്ടാക്കാൻ പറ്റിയില്ല, 2 ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം ബ്ലൂ ഫ്ലവേഴ്സാണ്. ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ എന്തോ സാധനങ്ങൾ തൂക്കിയിരിക്കണ പോലെയുണ്ട്. നമുക്കിനി മടക്കി വെച്ച് നോക്കാം. മടക്കി വയ്ക്കൂ. ഓക്കെ, മടക്കുമ്പോൾ ശരിക്കും അതിനെക്കാട്ടും ബെറ്ററാണ്. കാണാം, ഇതിപ്പോൾ ബൊക്കെയായുണ്ട്. അച്ഛൻ തപ്പാണ് ഈ നമുക്ക് കാട്ടി തന്നില്ല ഈ ഇതിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ ദൈവരിപ്പാണോ. അതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഒരു യാണ് കിട്ടാൻ. എന്നിട്ട് അമ്മയ്ക്കൊരു ബാഗ് ഉണ്ടാക്കി കൊടുക്കണം. അച്ഛൻ എന്തിട്ടുണ്ടാക്കി കൊടുക്കുക, അച്ഛൻ ബാഗൊക്കെ ഇടും. അച്ഛന്മാർ സീനാണ്. അച്ഛന്മാർ ബാഗൊന്നും ഇടില്ല കൈസ്. അതിപ്പോൾ ചില ബാഗുകളൊക്കെ ഇടും, ലൈക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോകുന്ന ബാഗൊക്കെ ഇടും, ലൈക്ക് ദാറ്റ്. എനിക്ക് ഇഷ്ടമായി ബൊക്കെ കൂട്ടി പിടിക്കുമ്പോൾ. എനിക്ക് മുഖം തുടങ്ങാൻ തോന്നുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്തത് ഒട്ടും പ്രൂവൻ്റ് ആക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഈ ഹെയർ പൊങ്ങിയിരിക്കുന്നത് ഞാനിത് മുമ്പിൽ വെട്ടിയതാണ് ഇത്തിരി. ഞാനല്ല, അമ്മയ്ക്ക് എന്തോ ഒരു ചെയ്യാൻ പോയപ്പോൾ ബ്യൂട്ടി സലൂണിൽ പോയപ്പോൾ മുമ്പിൽ വെട്ടതാണ്. ഇത്രയ്ക്ക് എല്ലാത്തിനും കൂടി ഉണ്ടത് മടഞ്ഞേൻ്റെ അവിടെ ഇരിക്കുകയാണ്. കണ്ടില്ല, ഇത് എണ്ണയായിരുന്നു, അങ്ങനെ ഇരിക്കുകയാണ്. കാര്യം ഞാൻ എടുക്കുന്ന ആ സാധനം കാരണം. ഈ കമ്മല കണ്ടോ, ഇതൊരു ഫിഷിംഗ് റോഡ് പോലെയുണ്ട്. അയ്യോ, ഇത് ശരിക്കും ഈ തുമ്പ് നമ്മളെ ഇതമ്മേനെയാണ് ശരിക്കും ഞാൻ ഇട്ടിട്ടുണ്ടാണ്. തുമ്പ് ഓട്ടയൊക്കെ ഇട്ടിങ്ങനെ വലിക്കുമ്പോൾ ഈ ഒരു ഇതാവും. അപ്പം ഞാനിതൊന്ന് എടുത്ത് വയ്ക്കട്ടെ. ഓയോ, ഓക്കെ, ഓടാക്കിപ്പോൾ തടി പോയതാണ്, പ്രശ്നമില്ല. ശരിക്കും ഞാൻ റൂമിൻ്റെ ഒന്ന് മാറ്റി. ശരിക്കും ബെഡ് ഇങ്ങനെയാണ് കിടക്കണേ. ഇത് ഇത് കണ്ടില്ലേ കോല് കുറേ ഇവിടെയാണ് വരേണ്ടത്. ഞാൻ ബെഡ് ഇങ്ങനെ മാറ്റി, അവിടെയാണ് ഫ്രിഡ്ജ് വരേണ്ടത്. ഞാൻ ഇവിടേക്ക് വെച്ചു. നിങ്ങൾക്ക് കാണാം ഫ്രിഡ്ജ്. അതൊന്ന് ഓക്കെ. എനിക്ക് ഈ പാവകൾ അറിയാൻ ഞാൻ ഉണ്ടാക്കിയത് സോക്സ് വെച്ചിട്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ബാക്കിൽ എന്തോ ഒരു സോക്സിൻ്റെ ഒരു സാധനമുണ്ട്. പക്ഷേ ഗ്രേ ഫേസായ കാരണം അച്ഛൻ കാണാൻ ഒരു ലുക്കില്ല എന്നാണ് പറയണേ. അപ്പം ഞാനെൻ്റെ അന്നത്തെ പിങ്ക് കളർ സോക്സ് എടുത്ത്. ഇത് വലുതായ കാരണം തലയൊക്കെ ഒന്ന് വലുതായി കാരണം ഒട്ടും ഭംഗിയില്ല. പിന്നെ വിചാരിച്ചു പിങ്ക് കളർ എൻ്റെ ഫേവറേറ്റ് കളറായി കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പൂച്ചേനെ ഉണ്ടാക്കി. കാണിങ്ങനെ പൂച്ച നിൽക്കുന്നത്, അതാണ് ഈ സാധനം. ഇതിനാണ് കൂടുതൽ ഇഷ്ടം. അതിൻ്റെ ഒരു കണ്ണൊക്കെ
ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബോഡീൻ്റെ ബാലുവിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബാക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക, ഞാൻ കട്ട് ചെയ്ത് തയ്ച്ചത് ഇവിടെ നമ്മുടെ മുട്ടുഭാഗല്ലേ, മുട്ടിൻ്റെ എന്തൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് അവിടെയൊക്കെ ചെളി പിടിച്ചിരിക്കുക കാരണം അത് കട്ട് ചെയ്ത് തയ്ച്ചു. പിന്നെ ഇതും തയ്ച്ചതാണ് വേറൊരു പഴയ സോക്സ് എടുത്തിട്ട്. ആ ദിവസം തൊട്ട് എൻ്റെ ഫ്രണ്ടായിരുന്നത്. നല്ല സോഫ്റ്റുമാണ്. ഇതാണ് എല്ലാം അങ്ങനെയാണ്. അതായത് ഒരുവിധം എല്ലാം ഞാനൊരു മീനിൻ്റെ പാവയുണ്ടായിരുന്നു, ഒട്ടും മഞ്ഞില്ല കാണാം. അപ്പോൾ അത് അതിനെ കൊന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ പാവകളെ. ഞാൻ എടുത്ത് വെച്ചിട്ട് വരാം. ഓക്കെ, വീണില്ല. ഞാൻ വേറൊരു കാര്യം കാട്ടിത്തരാനാണ് പറഞ്ഞത്. ഇത് ഞാൻ കട്ടി തന്നിട്ടില്ല. ഇത് ശരിക്കും ഒന്നുമില്ല. ഇത്തിരി ബലൂണിൽ വെള്ളം നിറച്ച് വെച്ചേക്കാണ് അതിൻ്റെ ഉള്ളിൽ. ലൈക്ക് ചിലതിലൊക്കെ വെള്ളം നനയില്ല. ഇതിലെന്താ പറയുക, കളർ ചേഞ്ചിങ് ബോൾ. ഇതിപ്പോൾ മഞ്ഞല്ലേ, ഇത് ഇനി കണ്ടു ഏതൊരു കളറായി. ഇതിൻ്റെ ഉള്ളിൽ ക്ലേ ആയിരുന്നു. ഇത് ക്ലേ ഇങ്ങനെ ആയിരുന്നില്ല, ഇത് വേറെ പോലെ ആയിപ്പോൾ. ഞെക്കാനൊക്കെ കുഴപ്പമില്ല, സുഖമുണ്ട്. പക്ഷെ എന്തൊരു ലിക്വിഡ് പോലെ. നെക്സ്റ്റ് ഇതില് എയറാണ്, ഇതിലും എയറാണ്, ഇതിൽ വെള്ളം. എന്തൊരു സാധനങ്ങളുണ്ട് വെള്ളം പോലത്തെ, അത് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇതിലും വെള്ളമാണ്, ഇതിലും. അയ്യോ അയ്യോ, അത് ഇപ്പൊ പൊട്ടു. അയ്യോ, ഞാൻ ഇപ്പോൾ എവിടെയാണ് പൊട്ടാണെങ്കിൽ ഇങ്ങോട്ട് വീണത്. ഈ ഒരു ഇത് കണ്ടോ, അത് പറഞ്ഞില്ല. ഭാഗ്യം എൻ്റെ പെട്ടിൽ വീഴാത്തത് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഒരു ഷോട്ടിൽ തന്നെ ചത്തുപോയി. എൻ്റെ കാല് വേദന എടുക്കണോ. ഇതെന്താ വെച്ചാൽ കുറേ പണ്ടത്തെ യെല്ലോ ബലൂൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിജിറ്റ് ട്രേഡിങ് കളിക്കുകയായിരുന്നു ഞാൻ. ഫിജിറ്റ് ട്രേഡിങ് കണ്ടില്ലേ, നമ്മളിങ്ങനെ നീഡോ ബട്ടർ സ്കുഷിയൊക്കെ ട്രേഡ് ചെയ്യുന്നത്, അത് കളിക്കുകയായിരുന്നു. ഒരു സുഖത്തോടെ ഞാൻ എല്ലായിടത്തും വെള്ളം ഇട്ടിട്ട് ദിസ് ഈസ് ദ റെയർ ഡംപ്ലിംഗ് എന്നൊക്കെ പറഞ്ഞത് കളിക്കായിരുന്നു. ഈ ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ ഡംപ്ലിങ്സ് ഒന്നും കിട്ടില്ല ഗൈസ്. ഓൺലൈനിൽ ഞാൻ കൂട്ടും. ഞാൻ മീഷോയിൽ കുറേ നോക്കി, നീഡോ കിട്ടി, ഡംപ്ലിങ് കിട്ടിയില്ല ഗൈസ്. ഞാൻ ഡംപ്ലിങ് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഡംപ്ലിങ് ഉണ്ടാക്കണ സാധനം വരാറ്. പക്ഷെ എനിക്ക് ഇത് ഉണ്ടാക്കിയത് നല്ല ഇഷ്ടമായിട്ടോ. ക്ലേ നിറച്ചത്, ഇതിൽ പിന്നെ ഒന്നുമില്ല. അതിലെല്ലാം നിറച്ചാലോ. ബാ, ഇനി ഈ രണ്ടെണ്ണം എടുത്ത് നമുക്ക് പോവാം. അയ്യോ, ഇത് ഇവിടെയാണ് ഞാൻ വെക്കാറ്. കണ്ടില്ല, ഇതെല്ലാ സാധനങ്ങളും പോയി. ഞാൻ എല്ലാം ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ക്രാഫ്റ്ററായിരുന്നു ഞാൻ. അത്രയ്ക്ക് ഉണ്ടാക്കി എൻ്റെ ഫ്രിഡ്ജ് മൊത്തം നിറച്ചപ്പോൾ. വേറൊരു സാധനം കാട്ടിത്തരാൻ. ഇതും ഞാൻ നിങ്ങളോട് പറയാണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്, കോഴി ബാബ. കോഴി ഇത് ശരിക്കും ഈ ഇതാണ്ട ബൾബ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ തല ക്ലേ, ഈ ബോഡി ബൾബാണ് കേട്ടോ ഗൈസ്. കണ്ട. പിന്നെ ഞാനൊരു ബാർബി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ തുണിയിലെല്ലാം പൊതിഞ്ഞു പോയി. എനിക്ക് നടക്കാൻ പോലെ പറ്റണില്ല. ഔ, ഇത് ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ റൂമിൻ്റെ കോലം.
എനിക്കിനി അടിച്ചു പറയണം ഇവിടെ. പിന്നെ ഞാൻ ഒരു സാധനം വരച്ചതാണ്, എല്ലാവരും റൂമിൻ്റെ ഇതിൽ വരയ്ക്കണം. കാരണം എനിക്കും വരയ്ക്കണം തോന്നി. കൈയൊക്കെ ഇത്തിരി പോയിട്ടുണ്ട്, വാട്ടർ കളറായ കാരണമാണ്. ഇത് സ്റ്റിക്കറാണ്, ഇത് നോക്കേണ്ടത് അന്നേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തിരി കാര്യങ്ങൾ ചിലവർ അറിയാത്തത് ഒന്നും പറയാനായിരുന്നു ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല. അത് എനിക്ക് ഇപ്പോൾ 5ാം ക്ലാസ്സായപ്പോൾ കുറേ സാധനങ്ങൾ പഠിക്കാൻ വന്നു. അതുകൊണ്ട് എന്നിട്ട് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉപന്യാസം അങ്ങനെ കുറേ വന്ന കാരണം മലയാളമാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ലാംഗ്വേജ്. എന്നത് എൻ്റെ അച്ഛനറിയില്ല. അപ്പോൾ എങ്ങനെ അച്ഛൻ്റെ മോൾക്ക് അറിയാം? അതാണ് എൻ്റെ ഒരു ഇത്. ചാറ്റിന് പിന്നെ ഒരു എബിലിറ്റി ഉണ്ടെന്നും വായിച്ച് പഠിച്ചാൽ മതി, ബാക്കിയുള്ള സ്പെല്ലിങ്ങൊക്കെ കിട്ടും ആൾക്ക്. അങ്ങനത്തെ ഒരു എബിലിറ്റിയാണ്. അപ്പോൾ അതൊക്കെ ഒന്നും പറയാനായിരുന്നു. ശരി, ടാറ്റാ, ബൈ.